നമസ്കാരം. ഇന്നലെ യുഎസ് വിപണികളെല്ലാം ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണ്. ഡൗ ജോൺസ് 0.27%, എസ്&പി 500 0.13%, നാസ്ഡാക്ക് 0.07% മൈനസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യുഎസിലെ മാർക്കറ്റുകളിലെ ഇൻഡെക്സുകൾ പ്രത്യേകിച്ച് എസ്&പി 500ഉം നാസ്ഡാക്കും ഓൾ ടൈം ഹൈ ലെവലുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിസഷനും എക്കോണമി സ്ലോ ഡൗൺ ആണെന്നൊക്കെ പറയുമ്പോൾ പോലും അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സസുകൾ ഹൈ കട്ട് ചെയ്ത് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രധാനമായിട്ടും അവിടുന്ന് വരാനുള്ള ന്യൂസ് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ്. അത് ഇന്ന് രാത്രിയിലാണ്, അതായത് നാളെ നമ്മുടെ മാർക്കറ്റ് എല്ലാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളത്. റേറ്റ് കട്ടിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും എക്കോണമി സ്ലോ ഡൗൺ ആണ് എന്ന് പറയുമ്പോൾ റേറ്റ് കട്ട് എത്രമാത്രം ഉണ്ടാവും, അതായത് 0.25 ബേസിസും 0.5% ഒക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആണ്. കാരണം ഇത്രയും കട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ കുറച്ച് നാളുണ്ട്. ഇനി കട്ട് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി കട്ട് ചെയ്താൽ പോലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഓൾറെഡി 25 ബേസിസ് പോയിന്റ് ഒക്കെയാണ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഏതാണ്ട് 2 മാസത്തെ ഉയർന്ന ക്ലോസിംഗ് ആണ് ഇന്നലെ ഉണ്ടായത്. 25,239 ക്ലോസ് ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് കാര്യമായി മൂവ്മെന്റ് ഇല്ല നിന്ന മാർക്കറ്റ് ആയത് 24,140 ശക്തമായിട്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ ഒരു 100 പോയിന്റോടെ കയറിയാണ് ഏതാണ്ട് 25,250 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് സെൻസെക്സും 82,350 ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലും ചെറിയൊരു മൊമെന്റം കണ്ടിരുന്നു. പ്രധാനമായിട്ടും ഉള്ളത് ഇന്ത്യ യുഎസിന്റെ ട്രേഡ് ടോക്സ് പ്രതീക്ഷയോടുകൂടി പോകുന്നു എന്നുള്ളതാണ്. യുഎസ് പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ട്രംപും മോഡിയും തമ്മിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയും യുഎസും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡീൽ നടക്കുന്നു. വെള്ളിയാഴ്ച ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടും ട്രംപ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള, ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന രണ്ട് രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യയും ചൈനയുമായിട്ട് ഏതാണ്ട് ഒരു ട്രേഡ് ഡീലിലേക്ക് എത്തുന്നു എന്നതാണ് ഒരു ഗ്ലോബൽ മൊമെന്റ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റത്തിനും ഇന്ത്യയിലെയും ചൈനയിലെയും മാർക്കറ്റിലും ഒരു മൊമെന്റത്തിനും പ്രധാനപ്പെട്ട കാരണം. ചൈനീസ് എക്കണോമി കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, വരുന്ന ഡേറ്റകളെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ പോലും അവിടെയും ഇൻഡെക്സുകൾ ഹൈ കട്ട് ചെയ്ത് ആണ് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇവിടെ വരുന്നൊരു ഫെസ്റ്റിവൽ സീസണാണ്. GST റിഫോംസ് മാർക്കറ്റിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഓട്ടോ സെക്ടറുകളെല്ലാം വീണ്ടും പോസിറ്റീവിലേക്ക് വരുന്നുണ്ട്. കമ്പനികളിലേക്ക് ഈ കിട്ടുന്ന GST റിഡക്ഷൻ കൊണ്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഉപഭോക്താവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിന് ഏകദേശം 1000 തൊട്ട് 4000 രൂപ വരെ ലാഭിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മാസവും 4000 രൂപ ലാഭിക്കാം എന്നല്ല പറയുന്നത്. ഇപ്പോൾ TV പോലുള്ള ഫെസ്റ്റിവൽ നമ്മൾ വാങ്ങാൻ സാധ്യതയുള്ളവരൊക്കെ ഈ 10% അടുത്ത് ഒരു മെച്ചം GST കട്ടുകൊണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാധാരണ ഗ്രോസറി ഐറ്റംസ് മേടിച്ചാലും 10% ഒരു ഫാമിലി ബഡ്ജറ്റിൽ കുറവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ കൂടുതൽ കൺസംഷന് കാശ് കിട്ടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റോട് അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് പോസിറ്റീവ് മൊമെന്റം കാണാൻ സാധ്യതയുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഡേറ്റകൾ വരാനുള്ളത് ഒന്ന് UK യൂറോപ്പ് ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. പിന്നെ പ്രധാനമായിട്ട് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയുള്ള ഡിസിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ യുഎസിലെ ബിൽഡിംഗ് പെർമിറ്റ്സ് അത്തരത്തിലുള്ള ഡേറ്റ വരുന്നുണ്ട്. അതുപോലെ RBI ഒരു 0.25 ബേസിസ് പോയിന്റ് കട്ട് ചെയ്തേക്കാം എന്ന് മോർഗൻ സ്റ്റാൻലിയുടെ ഭാഗത്തുനിന്ന് ഒരു കമന്റ് ഉണ്ട്. അതുപോലെ ജിൻഡാൽ സ്റ്റീൽ ജർമ്മൻ സ്റ്റീൽ യൂണിറ്റ് ഏറ്റെടുക്കുന്നതായിട്ട് വാർത്തയുണ്ട്. ടാറ്റ JLRന്റെ പ്രൊഡക്ഷൻ അത് ഒരു വീക്ക് ഹാൾട്ട് ചെയ്യുന്നു, അതായത് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഹാൾട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തയുണ്ട്. ITC ഫുഡ്സ് ഒരു 10% ബാലാജി മോട്ടോഴ്സിന്റെ സ്റ്റേക്ക് എടുക്കുന്നു എന്ന്